ആ ചെറിയമ്മേ. ആ ഹലോ. മാഷി നീ ഇപ്പൊ എവിടെയാടാ ഉള്ളേ? ഞാന് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടാ ഉള്ളേ. അമ്മക്കെന്നാ പറ്റിയേ? അമ്മക്കൊന്നുമില്ല. ഇത് ഒന്ന് പ്രഷർ ചെക്കാണ്. പിന്നെ ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചോണ്ടൊന്ന് കാണിക്കണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. ആ, ഉം. അല്ല എന്താ? ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന്. അപ്പൊ നിന്നെ വിളിക്കാന്ന് വിചാരിച്ചു. ആണോ? ഒറ്റക്കേ ഉള്ളൂ? ഉം. അപ്പൊ ചെറിയച്ഛൻ എങ്ങോട്ട് പോയി? ചെറിയച്ഛൻ ഇല്ല. ചെറിയച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരും. ആണോ? എനിക്ക് വരാൻ പറ്റുമോ? ആ വരാം. രാത്രിയല്ലേ? ആ രാത്രി തന്നെ. പകല് വരണോ? പകല് എനിക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നാ നന്നായിരുന്നു. അല്ല എനിക്ക് ഇപ്പൊ ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അമ്മേനെ കാണിച്ച് വീട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ ഫ്രീയാ. എനിക്കൊന്ന് കൂട്ടുകാരൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചാ. ഇനി പിന്നെ ചെറിയമ്മ വിളിച്ചതൊക്കെ എനിക്ക് കൂട്ടുകാരൻ്റെ അടുത്ത് പോകണ്ടല്ലോ. അങ്ങോട്ട് വരാന്ന് ഉണ്ടെങ്കിൽ വരാം. രാവിലെ വരണ്ടെങ്കിൽ ഇവരെ അമ്മേനെ വീട്ടിലാക്കിയിട്ട് വരാം. കൊറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ആ കുറേ ദിവസമായി. അത് പിന്നെ വെറുതെ വന്നിട്ട് കാര്യമില്ലല്ലോ. ചെറിയമ്മ വിളിക്കണ്ടേ. എന്നാല് അല്ല ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങോട്ട് വരാന്നാ വിചാരിച്ചെ. ഇങ്ങോട്ടാ? നിന്റെ വീട്ടിലോട്ട്. ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാല് വേറെ ഒന്നും നടക്കൂല ചെറിയമ്മ. അറിയാം. ഏ അല്ല പിന്നെ അല്ല എന്റെ അമ്മക്കൊരു കൂട്ടാകട്ടേന്ന് വിചാരിച്ചിട്ടാ. അമ്മക്കൊരു കൂട്ടായപ്പം ചെറിയമ്മ വരണം. അമ്മക്ക് കൂട്ടിന് അച്ഛനില്ലേ? ചെറിയമ്മക്കല്ലേ ആരും ഇല്ലാതെ. ഉം. അല്ല ഇങ്ങോട്ട് വന്നാല് സൗകര്യാണ്. നിനക്ക് പറ്റൂലെങ്കിലാ ഞാൻ പറഞ്ഞത്. അല്ല എനിക്ക് പറ്റൂല എങ്കിലും ചെറിയമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ചെറിയമ്മക്ക് ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്നേ ഉള്ളൂ. വേറെ ഒന്നും നടക്കൂല. മാത്രല്ല ചെറിയമ്മക്ക് അങ്ങനെയല്ലല്ലോ. നല്ല സൗണ്ടൊക്കെ പുറത്തു വരുന്ന ആളല്ലേ. അല്ല ഏ അത് അതെ. അല്ല നീ ഇങ്ങോട്ട് വന്നാല് കൂടുതൽ സൗകര്യമായി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ചെറിയമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് അച്ഛനും അമ്മയും മാത്രമല്ല ഉണരും, നാട്ടുകാരൊക്കെ ഉണരും ചിലപ്പോ. അങ്ങനെ സൗണ്ട് വരുന്നത് നിന്റെ ഉം. കഴിവുണ്ടല്ലേ. അത് എനിക്കിപ്പോ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. എപ്പെങ്കിലും കിട്ടുന്നതല്ലേ. ഇപ്പം ദിവസം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത്രക്ക് ആക്രാന്തത്തിൽ തിന്നൂല. എപ്പെങ്കിലും കിട്ടുന്നല്ലേ. എപ്പം ചെറിയമ്മ ഇങ്ങനെ വിളിക്കുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ കിട്ടുന്നുള്ളൂ. ഉം. പിന്നെ നീ ഒന്നിലും രണ്ടിലും മറ്റേ ആ അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. ചെറിയമ്മ തന്നെയല്ലേ അതെല്ലാം ചെയ്യിക്കുന്നു. പിന്നെ ചെറിയമ്മേന്റെ ഒന്നും രണ്ടും ഒക്കെ അറിയുന്നോട്ട് പിന്നെ വിടൂല. ഉം. ഒരുമിച്ചല്ലേ എനിക്ക് ഇഷ്ടം. ഒന്നിനും അത് പിന്നെ രണ്ടിലെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് എനക്ക് സൗണ്ട് പുറത്ത് വരുന്നത്. അതെന്നെ കൊണ്ട് ചെറിയമ്മ തന്നെയല്ലേ അങ്ങനെല്ലാം ചെയ്യിപ്പിച്ചിന്. പിന്നെ ഞാൻ പഠിച്ച ശേഷം പിന്നെ അതാണ് നല്ലതെന്ന് വിചാരിച്ചു. എന്താ ചെറിയമ്മക്ക് തന്നെയല്ലേ ഇഷ്ടോ. പിടിച്ച് ഞെക്കലും മാന്തലും. ഏ അല്ല ഞെക്കലും മാന്തലും ആക്കി പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെയല്ലേ എന്നെ ചെറിയമ്മ ഇപ്പോ ചെറിയ ചാടി ഇല്ലാതെ അപ്പൊ തന്നെ എന്നെ വിളിക്കുന്നത്. എന്തിനാ? അതിന് വേണ്ടിട്ടല്ലേ. നീ അല്ലെങ്കിൽ കളിക്കുമ്പം വേറെ തന്നെ ഒരു സുഖ. അതങ്ങനെ തന്നെയാണ്. നമ്മള് കൊച്ചു പയ്യന്മാരല്ലേ. അപ്പോ പയ്യന്മാരെ കളിക്ക് വേറെ ഒരു സുഖമായിരിക്കും അല്ലേ. ആ സുഖത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ വിളിച്ചത്. ആ അത് മനസ്സിലായല്ലോ. ഇല്ല പിന്നെ ചെറിയമ്മ നേരെ ഇങ്ങ് വരത്തില്ലേ ആദ്യമല്ലോ. അല്ല അങ്ങനെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ അല്ല ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ആടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാന്ന് വിചാരിച്ചതാണ്. ഇങ്ങോട്ട് വന്നാല് മുമ്പേത്തെ പോലെ എന്തായാലും ചെറിയമ്മേന്റെ കൂടെ കിടക്കാനൊന്നും എന്നെ വിടൂല. പഴയതുപോലെ ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അങ്ങനെ കൂടെ കിടന്നിട്ടാണല്ലോ ചെറിയമ്മ എന്നെ കൊണ്ട് ഇതെല്ലാം പഠിപ്പിച്ചത്. അപ്പൊ ഇനി നീ അത് എല്ലാം നടക്കൂല പഠിച്ചില്ലേ? ചെറിയമ്മ. പഠിപ്പിച്ചതല്ല, പഠിപ്പിച്ചല്ലേ.
അതുകൊണ്ടാണ്. പഠിപ്പിച്ചു തന്നോണ്ട് എനിക്കിപ്പോ എല്ലാം മനപ്പാടാണല്ലോ. അതുകൊണ്ടാ പറഞ്ഞേ ഇങ്ങോട്ട് വരണ്ടായാലും വരണ്ട. അമ്മേനെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മേനെ വിളിച്ചിട്ടൊന്നുമില്ല. അന്ന് ഇപ്പളേ പറയണ്ട. ഞാൻ ഇത് വൈകുന്നേരം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ പോകും, ഞാൻ അതുവരെ കൂട്ടുകാരൻ അടുത്ത് പോകുന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെറിയമ്മ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞോളൂ. അല്ല, ഭക്ഷണമൊന്നും ഇന്ന് ആക്കല് പറ്റൂല അല്ലേ? ഭക്ഷണം ഉണ്ടാക്കലൊന്നും പറ്റൂല. അതെന്താ? അല്ല, ഫുൾ ടൈം നീ എൻ്റെ അടുത്തല്ലേ ഉണ്ടാവോ? എങ്ങനെ? നീ ഇപ്പൊ രാവിലെ വന്നാലേ എന്റെ ഭക്ഷണം ഉണ്ടാക്കലൊന്നും നടക്കൂല. ഇപ്പളേ ഉണ്ടാക്കി വെച്ചിട്ടോ? ഞാൻ വരുമ്പോഴേക്ക് ആക്കി വെച്ചേ. നീ ഫുൾ ടൈം എന്റെ ഒന്നിച്ചെന്നല്ലേ ഉണ്ടാവോ? മണപ്പിച്ച് അത് ശരിയെല്ലാം കൂടി അങ്ങനെയായി. ഞമ്മള് മണപ്പിക്കലായി. മാമി തന്നെയല്ലേ എന്നാ, ചെറിയമ്മേനല്ലേ എന്നെ ഇങ്ങനെ നിൽക്കാണ്ടിരിക്കാണ്ടും വിടുവോ? അപ്പൊ പിന്നെ അല്ല, ഭക്ഷണം നീ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. വാങ്ങാൻ അടുത്ത് കാശൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ചെറിയമ്മ കാര്യം മേടിച്ചിട്ട് വെച്ചു. ചെറിയമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം, ഒരുമിച്ച് ഉണ്ടാക്കാം. ഇന്ന് ഭക്ഷണം ഒരുമിച്ച് ഉണ്ടാക്കാം, ഒരുമിച്ച് കുളിക്ക, ഒരുമിച്ച് കളിക്കും. ഭക്ഷണം ഒരുമിച്ച് ഉണ്ടാക്കാൻ നീ സമ്മതിക്കോ? അതിനെന്നാ, ചെറിയമ്മ ഭക്ഷണം ഉണ്ടായിക്കോ, ഞാൻ കളിച്ചോളും. അല്ല, അന്ന് അങ്ങനെ തന്നെയായിരുന്നു ഒരു പ്രാവശ്യം ഉപ്പ് കൂടി എന്നിട്ട്. അതല്ല, അങ്ങനെ തന്നെയാണ്. എന്താ വെച്ചാല് ഈ 2 മാസം 3 മാസം കൂടിയിട്ട് വിളിക്കുമ്പോ അങ്ങനെ തന്നെ ഉണ്ടാവും. ദിവസം വിളിക്കാൻ പറ്റുമോ? ഒന്ന് പകലൊക്കെ വിളിച്ചിട്ടൊന്ന് കുറച്ച് ഭക്ഷണമൊക്കെ തിന്ന് ഒരുമിച്ചൊരു കളിയെല്ലാം കളിക്കാൻ വിളിക്കണ്ടേ? ചെറിയച്ഛനെ വിളിച്ചിട്ട് മറ്റേ എവിടെയെങ്കിലും പറഞ്ഞേക്ക്. അത് ശരി, അത് ചെറിയമ്മയൊക്കെ ചെയ്താ പോരെ? ഏടാന്ന് വിചാരിച്ചിട്ടാ. ഒന്നുമില്ല, പകല് ചെറിയ സമയമെല്ലാം കിട്ടുമ്പോ ഒന്ന് വിളിച്ചൂടെ? ഞാൻ ഇങ്ങനെ വിചാരിക്കണ്ടേ, ഇന്ന് വെറുതെ അങ്ങോട്ട് വരുമ്പോ ചെറിയച്ഛൻ അവിടെ നിന്ന് പോവില്ലേ? അല്ല, എനിക്ക് ചെറിയ സമയം പോരല്ലോ. പിന്നെ ഞാൻ കുറച്ച് സമയം കിട്ടുമ്പോൾ വിളിച്ചാലോ എന്നാ കാര്യം? അതെന്താണെന്ന് അറിയില്ല, ചെറിയമ്മ ഒരുപാട് സമയം വേണ്ടി വരും. അല്ല, എനക്കും പോരാ. എനക്കും കൊറേ സമയം വേണം. അതെനിക്കറിയാലോ, കൊറേ സമയം വേണമെന്ന്. ഇന്നെന്തായാലും നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് കളി നിർത്തേണ്ട ലെവലിലേക്ക് വരണം. അതെങ്ങനെയാ വരണ്ടേന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല എനിക്ക്. അത് അല്ല, നീ അധികം ചെയ്യുന്നത് തന്നെ ചെയ്താൽ മതി. കുളിച്ചോണ്ടും കളിച്ചാലോ? പിന്നൊരു മാറ്റം വരുത്തുക. നീ 2 സ്ഥലത്തുള്ള ഒരു പ്രയോഗമില്ലേ, അത് നോക്കിയാ നേരാണ്. ചെറിയമ്മക്ക് വേഗം കളി തീരുമോ? എന്നാല് വായ തുറന്ന് പറഞ്ഞു തരണം കേട്ടോ, എന്തെല്ലാം ചെയ്യേണ്ടത്. ഇത് ഇടുന്നിപ്പം ഫോണിലൂടെ പറയുമ്പോഴല്ലേ ഞാൻ അവിടെ വന്നാൽ. ചെറിയമ്മ ശരിക്കൊന്നും ചെയ്യൂല. ചെറിയമ്മ ഇങ്ങനെ അനങ്ങാണ്ട് ഇരിക്കുവല്ലേ കറക്കുന്നത്. അല്ല, ഞാൻ വായ തുറന്ന് പറയാൻ നീ സമ്മതിക്കണ്ടേ? എന്റെ വായ തുറക്കാൻ നീ സമ്മതിക്കണ്ടേ? വായ തുറക്കാൻ സമ്മതിക്കണ്ടേ? പിന്നെ എപ്പോ എടുത്തിട്ട് പഴയെടുത്ത് വായി തന്നെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വായ തുറക്കാൻ സമ്മതിക്കണ്ടേ? പറഞ്ഞാൽ ചെറിയമ്മല്ലേ പറയണ്ടേ, അതല്ല ഇങ്ങനെയല്ല അങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരണ്ടേ? പഠിപ്പിക്കുമ്പോ കംപ്ലീറ്റ് പഠിപ്പിച്ചു തരണ്ടേ? നിന്നെ ഞാൻ എപ്പോഴേ ഇത് പഠിപ്പിക്കുന്നത്. എപ്പോഴേ പഠിപ്പിക്കുന്നത്? എപ്പോഴെങ്കിലും അല്ലേ, ഡെയിലി പഠിപ്പിക്കുന്നില്ലല്ലോ. ഡെയിലി പഠിപ്പിക്കണ്ടെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം. സമയം കഴിഞ്ഞ് ഒരുമിച്ച് കടന്നിട്ട് ഉറങ്ങുന്നേ. പിന്നീട് ഇങ്ങനെ പറ്റും. നോക്കട്ടെ.